സാറേ, എനിക്ക് ആന്റണിയുടെ ഈ വധശിക്ഷ നടത്തുന്ന ആ സ്ഥലം ഒന്ന് കാണാനായിട്ട് ഒന്ന് അവസരം തരാമോ? പൂജപ്പുര സെൻട്രൽ ജയിലിലെ അകത്ത് ഒരു ട്രയാങ്കിൾ മോഡലിലെ ആ സ്ഥലം എന്നെ കാണിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രതിയാക്കും, അദ്ദേഹത്തിന്റെ ചേട്ടനെ പ്രതിയാക്കും, കുടുംബാംഗങ്ങളെ പ്രതിയാക്കും എന്നൊരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് ആന്റണി ഈ കുറ്റകൃത്യം ഏറ്റെടുത്തത്. മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. വളരെ സാധുക്കളായ ജീവിതാന്തരീക്ഷം വെച്ച് പുലർത്തുന്ന ഒരു കുടുംബം. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി യാതൊരു കാരണവശാലും കൊലപാതകം നടത്തത്തില്ല എന്ന് വ്യക്തമാണ്. വളരെ എൻ്റെ പേര് ഉമ്മച്ചൻ ചക്കൂരിക്കല്. ഞാൻ ഈ ജയിലുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ചെയ്തു വരികയാണ്. വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം നൽകുന്നതുമായ ഒരു കാര്യമുണ്ടായത് ആലുവ കൂട്ടക്കൊല കേസിലെ ആന്റണിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തോളമായിട്ട് ഞാൻ ആന്റണിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യും. എന്നാൽ 2016 2016 ഏപ്രിൽ 24 ആണെന്നാണ് ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആന്റണിയുടെ വധശിക്ഷ രാഷ്ട്രപതി അംഗീകരിച്ച്, അത് സുപ്രീം കോടതി അംഗീകരിച്ച് രാഷ്ട്രപതി എൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇതെന്നെ വളരെയേറെ വിഷമത്തിലാക്കിയൊരു കാര്യം. സെൻട്രലിൽ ചെന്ന് ആന്റണിയെ കണ്ടു കഴിഞ്ഞപ്പോഴും അടുത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടു കഴിഞ്ഞപ്പോഴും അവരെ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഞാൻ ചോദിച്ച സാറേ, എനിക്ക് ആന്റണിയുടെ ഈ വധശിക്ഷ നടത്തുന്ന ആ സ്ഥലം ഒന്ന് കാണാനായിട്ട് ഒന്ന് അവസരം തരാമോ? ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥര് അത് സമ്മതിച്ചു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അകത്ത് ഒരു ട്രയാങ്കിൾ മോഡലിലെ ആ സ്ഥലം എന്നെ കാണിച്ചു. അപ്പൊ അവര് അതിന് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള കാര്യത്തിൽ ആളെ കിട്ടിയിട്ടില്ല. അങ്ങനെ ആരും നടക്കുന്നില്ലെങ്കിൽ അവര് ഫർദർ സ്റ്റെപ്പ് എടുക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളും ഒക്കെ തീരുമാനിച്ചു. പക്ഷെ എനിക്കത് ആ ട്രയാങ്കിൾ മോഡലുള്ള സ്ഥലവും ആ കയറും, കയറ് കെട്ടിക്കഴിഞ്ഞാൽ ലിവർ വലിക്കുന്നതും, ലിവർ വലിച്ച് ബോഡി താഴ്ത്തു വന്ന് വീഴുന്നതും, ആ വീണ് കഴിഞ്ഞാൽ ബോഡി അവിടുന്ന് തന്നെ റോഡിലേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള എൻട്രി, അതെല്ലാം വളരെ വ്യക്തമായി കണ്ടു. ഞാൻ ആ ബോഡി വന്ന് വീഴുന്ന ആ ഒരു ചൈര് കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ ഞാൻ മുട്ടുമ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. കാരണം ഈ വധശിക്ഷ നടക്കരുതും എന്നതായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഒരു റാക്കറ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം ആന്റണി നിരപരാധിയാണ് എന്ന് ഏതൊരു ഉദ്യോഗസ്ഥനും ബോധ്യപ്പെടും. ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും ഇങ്ങനെ ഒരു ക്രിമിനലിനെ രൂപപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യം ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭവന ചുറ്റുപാട് ഇല്ല എന്ന് എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആന്റണി കൊലക്കേസ് നടക്കുന്ന സമയത്ത് ആന്റണി ആലുവ മുനിസിപ്പാലിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരനാണ്, ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. വളരെ സാധുക്കളായ ജീവിതാന്തരീക്ഷം വെച്ച് പുലർത്തുന്ന ഒരു കുടുംബം. നമുക്കറിയാം, ആലുവയിലെ വത്തിക്കാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരു സാധാരണ കുടുംബം. നാട്ടുകാർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത വ്യക്തി. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി യാതൊരു കാരണവശാലും കൊലപാതകം നടത്തത്തില്ല എന്ന് വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആന്റണി എനിക്കൊരു കത്ത് എഴുതി തന്നു. അതിന്റെ ആന്റണി ഈ പരോളിൽ ഇറങ്ങിയിരുന്ന സമയത്ത് എഴുതിയിരുന്ന കത്ത. ആ കത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ കേസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രതിയാക്കും, അദ്ദേഹത്തിന്റെ ചേട്ടനെ പ്രതിയാക്കും, കുടുംബാംഗങ്ങളെ പ്രതിയാക്കും എന്നൊരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് ആന്റണി ഈ കുറ്റകൃത്യം ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് വധശിക്ഷ വരെ ഉണ്ട്. ഞാൻ പറയുന്നത്, എനിക്കത് വ്യക്തമായിട്ട് ആന്റണിയുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സുപ്രീം കോടതി കേസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ആലുവ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഞാൻ ഏകദിന ഉപവാസം നടത്തി, ഞാനും ഞങ്ങളുടെ ടീം അടങ്ങുന്നത്.
അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എമിറേറ്റ്സ് ബിഷപ്പ് ചാക്യാത്തി പിതാവാണ് ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ പങ്കെടുത്തു. ഏകദിന സെമിനാർ കഴിഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ പന്തലഴിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ പന്തലുകാരൻ പന്തലഴിക്കാൻ വന്നപ്പോൾ ആ ഷാമിയാന പന്തല് വഴിവാളിനെ വെട്ടി നശിപ്പിച്ചിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇതിനെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. പക്ഷേ ഈ ജയിലുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ ഞങ്ങൾ പോയില്ല. അത് കേസ് കൊടുത്തിരുന്നെങ്കിൽ ആന്റണിയുടെ മോചനം അല്പം കൂടെ നേരത്തെ ഉണ്ടാകുമായിരുന്നു. ആന്റണിയുടെ മോചനം അല്ലെങ്കിൽ ഈ വധശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ഏറ്റവും നേരത്തെ ഉണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വ്യക്തമായിട്ട് ബോധ്യങ്ങളുണ്ട്. നാട്ടുകാർ വ്യക്തമായിട്ട് പറയുന്നു ആ ദിവസങ്ങളിൽ അവിടെ പലരും വന്ന് ബസ് സ്റ്റാൻഡിൽ പലരും വന്ന് ഒരു ഒമിനി വാഹനം ആ ഭാഗത്ത് തമിഴ്നാട് രജിസ്ട്രേഷൻ ഒമിനി വാഹനം അതിന്റെ പിന്നിൽ പോലീസ് അന്വേഷിച്ചാൽ വ്യക്തമായിട്ട് പോലീസ് കേസിന്റെ നീചസ്ഥിതി അന്വേഷിച്ചിരുന്നെങ്കിൽ പോലീസിന് മനസ്സിലാവുമായിരുന്നു ആന്റണി പ്രതി അല്ല എന്നത്. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സുപ്രീം കോടതിയിൽ പോയി ആവശ്യമായ കേസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കേസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഇതിനകത്ത് നിരപരാധിയാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വക്കീല് അഡ്വക്കേറ്റ് കോളിൻ ഗോസാൽവോസ്, അഡ്വക്കേറ്റ് സത്യമിത്ര, അഡ്വക്കേറ്റ് സന്ദീപ് സിംഗ്, അങ്ങനെ ഒരു 4-5 വക്കീലന്മാരടങ്ങുന്ന ഒരു പാനല്, പിന്നെ NGOസിന്റെ വക്കീലന്മാരടങ്ങുന്ന ഒരു പാനല്, നിഷ തോമസ് എന്നൊക്കെ പറഞ്ഞ മറ്റ് വക്കീലന്മാര്, നീലു തോമസ് എന്ന് പറയുന്ന വക്കീല്, ഇവരെയൊക്കെ അടങ്ങുന്ന വളരെ അവർക്ക് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ കേസിന്റെ മേൽ നടപടി എടുക്കുവാനായിട്ട് തയ്യാറായത്. ആ ആന്റണിയുടെ കേസ് കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ പിന്നെ എൻ്റെ 8 പേരുടെ വധശിക്ഷയാണ് ഒന്നിച്ച് രാഷ്ട്രപതി അംഗീകരിച്ച്, സുപ്രീം കോടതി അംഗീകരിച്ച് രാഷ്ട്രപതിക്ക് കൊടുത്ത്, രാഷ്ട്രപതി അത് അംഗീകരിച്ച് എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെക്കുന്നത് 2016 ഏപ്രിൽ 26 എൻ്റെ ഓർമ്മ. പക്ഷെ അതിനകത്ത് ആന്റണിയുടെ കേരളത്തിൽ നിന്നുള്ള 2 പ്രതികൾ, ഒന്ന് ആന്റണിയും ഒന്ന് ഗോവിന്ദസ്വാമി. ആന്റണിയുടെ കേസിലാണ് നമ്മൾ ഈ കേസിന് വക്കാലത്ത് കൊടുക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ NGOs രംഗത്ത് വരുന്നത്? അതുകൊണ്ട് അങ്ങനെ NGOs ഇടപെടേണ്ട കാര്യമില്ല, ജയിൽ അധികൃതർ തന്നെ അവർക്ക് സുപ്രീം കോടതി കേസ് നടത്തുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. പക്ഷെ അവിടെ നമുക്കതിന്റെ സ്പീഡപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും പുറത്തുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്ത് ആന്റണിയുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാം, അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥര് രമേശൻ സാറൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ കേസിൽ ആന്റണിയുടെ ജെനുവിനിറ്റി മനസ്സിലാക്കി ആന്റണി ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ പേപ്പറുകളൊക്കെ, ഞാൻ ചോദിക്കുന്നതിന് ആവശ്യമാകുന്ന പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് കൊറിയർ ചെയ്ത് തന്നിരുന്നത് കൊണ്ടാണ് ആന്റണിയുടെ മോചനം. പക്ഷെ ഇപ്പോഴും അതിനകത്തൊരു ഒരു അവ്യക്തത നിലനിൽക്കുന്നത്, 2021 ആന്റണിയുടെ വധശിക്ഷയിൽ നിന്നും ആന്റണിയെ സിംഗിൾ ലൈഫായിട്ട് ശിക്ഷിച്ചു. അതായത് 14 വർഷമാണ് ശിക്ഷയാണ്. പക്ഷെ 10 വർഷം ശിക്ഷ പൂർത്തിയാക്കി, കാലാവധി പൂർത്തിയാക്കി, ആളുടെ നല്ല നടപ്പാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ജയിലധികാരി റിപ്പോർട്ട് ചെയ്ത 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ റിലീസ് ചെയ്യുവാനായിട്ടുള്ള കോടതി ജയിൽ നിയമം അനുവദിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പീനൽ കോഡ് അനുവദിക്കുന്നു. പക്ഷേ ഇവിടെ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ 21 വർഷത്തിന് മേലായി ആന്റണി കിടക്കുന്നു. ആന്റണിയുടെ പരോളില് ഇതിനകത്തുണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണിക്ക് പരോൾ അനുവദിച്ചു എന്നുള്ളതല്ലാതെ കണ്ട് ആന്റണിയുടെ റിലീസിങ് ഇതുവരെയായിട്ടുമായിട്ടില്ല. അപ്പൊ അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവര് നേരിട്ട് കേസെടുത്ത് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് എന്നെ പോലുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് കേരളത്തിലെ എല്ലാ ജയിലുകളും വിസിറ്റ് ചെയ്ത് സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം ജയിലിന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ജയിലിനകത്തേക്കുള്ള എൻട്രിക്ക് അതൊരു തടസ്സമാകുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ പുറത്ത് പറയാത്തത്. കാരണം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ പറയും അവരെ ജയിലിൽ കയറ്റുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി തടവുകാരെ കാണാനായിട്ട് പറ്റത്തില്ല, അപ്പൊ അവരോട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇത്തരം റെസിസ്റ്റൻസുകൾ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങളിലെങ്കിലും വിധേയത്വത്തോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കാണുന്നു. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് ആന്റണി നിരപരാധിയാണ്. ഈ നമ്മുടെ
ഇന്ത്യയുടെ നിയമസംഹിത പറയുന്നത് 1000 അപരാധികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ഏതൊരു പൗരനും അവന്റെ നിരപരാധിത്വം അവന്റെ തലനാടിയുടെ കീറി പരിശോധിച്ച് അവന്റെ നിരപരാധിത്വം ബോധ്യപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത്രയും തെളിവുകളും ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആന്റണിയുടെ കാര്യത്തിൽ ആന്റണി കുറ്റവാളിയാക്കപ്പെടും? ഈ പറഞ്ഞ പോലെ വമ്പൻ ലോബിയും ഒരു സഹായമുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച പോലീസുകാര് ഈ പറഞ്ഞ ലോബിക്ക് വേണ്ടി വീടുപണി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യത്തില് ആന്റണിയെ പ്രതിയാക്കി തീർക്കണം എന്ന തരത്തിലേക്ക് അത് കറക്റ്റായിട്ടൊരു സിനിമ വന്നല്ലോ. ആ സിനിമയിലെ ഇന്ദ്രൻസിനെ കേസിൽ പ്രതിയാക്കി മാറ്റുന്ന ഒരു രീതി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സെയിം മെത്തേഡാണ് ഇവിടെ ആന്റണിയുടെ കേസില്, മാഞ്ഞൂരാൻ കൊലക്കേസിലും സ്വീകരിക്കപ്പെട്ടത്. ഇത്രയും ദുർബലനായ ഒരു മനുഷ്യൻ 6 പേരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റുകളുടെ ബോഡി പരിശോധിച്ചാൽ അവർ പറയും ഒരു വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമല്ല. ഒന്നെങ്കിൽ അവൻ അത്ര കണ്ട് ബോൺ ക്രിമിനൽ ആയിരിക്കണം, അല്ലെങ്കിൽ അമിതമായ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് സൈക്കോളജിസ്റ്റുകൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പലരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആന്റണിയുടെ കേസിൽ. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഒരു പുകവലി പോലും പരിക്കാത്തൊരു മനുഷ്യനാണ്. ആ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം, ഒരു സഹോദര തുല്യ ബന്ധമുള്ള വ്യക്തിയാണ് ആന്റണി. ആന്റണി മാഞ്ഞൂരാൻ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് ആന്റണി. അപ്പൊ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടും ഒരു ബ്രെയിൻ മാപ്പിംഗ് നടന്നിട്ടുണ്ട്. അവിടെ ഒരു വ്യക്തമായിട്ടൊരു സ്കെച്ച് ചെയ്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ആ കൊലപാതകം നടന്നാൽ ഈ കുടുംബം ഇല്ലാതാകുമ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന ആർക്കാണെന്ന് മാത്രം പോലീസോ കോടതിയോ പരിശോധിച്ചാൽ മതി. നേട്ടമുള്ളവർക്കാണല്ലോ അത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആന്റണിക്ക് എന്ത് നേട്ടം ഇരിക്കുന്നു? ഈ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ആന്റണിക്ക് എന്ത് നേട്ടം ഇരിക്കുന്നു? അപ്പൊ അതിന് വ്യക്തമായിട്ട് നേട്ടമുള്ള ഒരു പുറത്തുണ്ട്. അവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കളിക്കുന്നത്. അവരുടെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ആ മാഞ്ഞൂരാൻ കൊലക്കേസ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ടൗണിലായിരുന്നു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വന്ന് രാഷ്ട്രീയ നേതൃത്വത്തെ നോക്കിയാൽ മതി. അന്ന് ആരാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി മേടിക്കാനായിട്ട് നിന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ആലപ്പുഴയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഇതിന്റെ ചിത്രം വ്യക്തമാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കി തീർക്കുന്നത്. അത് നിരപരാധിത്വം ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അഡ്വക്കേറ്റ് കോളിൻ ഗോസാൽവോസ് ഈ കേസ് ഏറ്റെടുത്തത്. ഈ കേസ് ഏറ്റെടുത്ത് അദ്ദേഹം അപ്പീലിന് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് അപ്പീൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോലും ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ കളികളെ ഈ എറണാകുളത്ത് നിന്നും ഡൽഹിക്ക് ഉണ്ടായെന്നറിയാവോ? ഞാൻ ചെന്നിട്ട് ഇതിന്റെ വക്കാലത്ത് കൊടുത്ത പേപ്പറുകൾ തിരിച്ചു മേടിക്കാൻ ചെന്നിട്ട് എന്നെ വക്കീൽ ഓഫീസിൽ പോലും കയറ്റാതിരുന്ന അടച്ചുപൂട്ടി പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് ഈ വക്കീലന്മാരുടെ കൂട്ടായ്മയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എന്റെ അനുവാദത്തോടുകൂടി കയറിയവർ തന്നെ കേരളത്തിൽ സുപ്രീം കോടതിയിൽ വിധി ഉണ്ടാകുന്നതിന് മുമ്പ്, ഹിയറിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വാർത്ത വരുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ആ ഒരു വൻ ലോബിയുടെ ഒരു ഇടപെടല് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നവരാണ്. ഒരു കുറ്റവാളി നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊലപാതക വധശിക്ഷ കിട്ടിയ ഒരു പ്രതിയുടെ കാര്യത്തിൽ ആരും ഇടപെടാറില്ല. ആർക്കും കാരണം ഒരു പേരുദോഷം. ഇപ്പൊ സഭയാണെങ്കിൽ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ആത്യന്തികമായിട്ട് പറയുന്ന വധശിക്ഷയെ ഞങ്ങൾ എതിർക്കുന്നു, ജീവഹത്യയെ ഞങ്ങൾ എതിർക്കുന്നു, ഭ്രൂണഹത്യയെ ഞങ്ങൾ എതിർക്കുന്നു. അത് കത്തോലിക്ക സഭയുടെ ആത്യന്തികമായ നിലപാടാണ്. അതിനകത്തൊരു മാറ്റമില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും തുറന്നു പറയുവാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരു പ്രതിയെ കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവനെ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഏതൊരു കുറ്റവാളിക്കും ഒരു പശ്ചാത്താപമുണ്ട്. ആ പശ്ചാത്താപത്തെ നമ്മൾ കേൾക്കുവാനായിട്ട് കഴിയണം. അതിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. അജ്മൽ കസബ് ബോംബെ കൂട്ടക്കൊല കേസ്, ഡൽഹി ബോംബാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിന്റെ കാര്യത്തിൽ എന്താണ്? കസബ് അവൻ ചെറുപ്രായത്തിൽ തന്നെ മയക്കുമരുന്ന് അടിമപ്പെട്ടതുകൊണ്ടാണ് അവൻ ഈ ഒരു കുറ്റവാളിയായി തീർന്നത്, അവനുള്ള ബലം കിട്ടിയത്. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞൊരു വാക്കെന്താണ്? എന്റെ മാതാപിതാക്കൾ പോലും എന്നോട് പൊറുക്കില്ല ഞാൻ ചെയ്ത തെറ്റ്. ആ ഒരു പശ്ചാത്താപത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണമായിരുന്നു. 21 വയസ്സ് മാത്രമുള്ള അജ്മൽ കസബിനെ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ അജ്മൽ കസബ് അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ എന്നാ മാധ്യമങ്ങൾ? എന്റെ മാതാപിതാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. അത്ര കണ്ട് വലിയ തെറ്റാ. കാരണം എന്താ? ഏതാനും മാസങ്ങൾ അവൻ മദ്യവും മയക്കുമരുന്നിൽ നിന്നും വിടുതൽ പ്രാപിച്ചപ്പോൾ അവൻ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് അവന് സാധിച്ചു. ഇത് ഓരോ കുറ്റവാളികളുടെയും ജീവിതത്തിലാണ്.
നന്മയുള്ള ഒരുപാട് കുറ്റവാളികൾ സമൂഹത്തിലുണ്ട്, ജയിലിലുണ്ട്. ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് നല്ല ഐക്യമുള്ളവരുണ്ട്. അവരെ കാണുവാനായിട്ട് നമുക്ക് കാണില്ല. എല്ലാവരെയും കുറ്റവാളികളായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളുള്ളത് രാഷ്ട്രീയക്കാരുടെ ഇടയിലല്ലേ. അത് ഏതെങ്കിലും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ പിന്നെ ജയിലിൽ കിടക്കുന്നവരെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കുറ്റവാളികളില്ലേ? എത്രയോ കുറ്റവാളികളെ ഉദ്യോഗസ്ഥര് ജയിലിൽ കഞ്ചാവും മയക്കുമരുന്നുകളൊക്കെ തടവുറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, കുറ്റവാളികളെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. പോലീസ് തീർച്ചയായിട്ടും പോലീസുകാരുടെ ഇടയിൽ ഒരുപാട് കുറ്റവാളികളുണ്ടല്ലോ. ഏതെല്ലാം തരത്തിൽ. ഇപ്പൊ നിസ്സാരം ഈ കഴിഞ്ഞിടയ്ക്ക് പോലും ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ IPS ഉദ്യോഗസ്ഥനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായില്ലേ? സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതുപോലെയുള്ള അനധികൃത സ്വത്ത് സമ്പാദിക്കൽ, ഇത്തരം കേസുകളൊക്കെ ഉണ്ടായില്ലേ? എവിടെയെങ്കിലും അന്വേഷണം ഉണ്ടാകുന്നുണ്ടോ? ഒരു കാണിക്ക് ഉദ്യോഗസ്ഥര് മറ്റേ ഇത് നടത്തുന്നു, ഒരു കാണിക്ക വഞ്ചി മോഷ്ടിച്ച് 36 രൂപ മോഷ്ടിച്ചവനെ പിടിച്ച് 6 മാസത്തേക്ക് ജയിലിലിരുന്ന കാലഘട്ടമാണ്. കോടാനുകോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് ഒരു വിഷയം കിട്ടുന്നില്ല. അത് പൊതുസമൂഹത്തിൽ നിർലോഭം വ്യാപരിച്ച് നടക്കുകയാണ്. ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് സമൂഹത്തിൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതിൽ ഈ മാന്യത നടിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാരും നമ്മുടെ പബ്ലിക് അടക്കമുള്ള സമൂഹത്തിനും വളരെയേറെ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.